വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വലിയ കാറ്റും മഴയൊക്കെ വന്നപ്പോഴേ ഈ വർഷം മരങ്ങളെല്ലാം കടപുഴകി വീണുമായിരുന്നു. തേക്ക്, ആഞ്ഞിലി, മാവ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മരങ്ങളെല്ലാം വെട്ടാനായിട്ട് കൊടുത്തു. അപ്പം ഇത് കണ്ടോ, ഇത് റംബൂട്ടാൻ വലുതായിട്ട് നിൽക്കുമായിരുന്നേ. പക്ഷേ ആ മരം വെട്ടാൻ വന്നവരുടെ അശ്രദ്ധ കൊണ്ട് മരത്തിൻ്റെ ഒരു കമ്പ് ചാഞ്ഞിഞ്ഞ് വന്നു. ഇത് എൻ്റെ ഫ്രൂട്ട് ട്രീസ് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വലിയ റംബൂട്ടാൻ പൂത്ത് നിന്നത് മുഴുവനും അവർ ഒടിച്ചു കളഞ്ഞു. മരം വീണ് ഒടിഞ്ഞു പോയി. അതുപോലെ ഇത് കായ്ച്ചു നിന്നിരുന്ന ഒരു സപ്പോട്ടയാണ്, കണ്ടോ, സപ്പോട്ടയും ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് അതിൻ്റെ വണ്ണം കണ്ടോ, കടയുടെ വണ്ണം കണ്ടോ, അതനുസരിച്ച് അതിന് വലിപ്പമില്ല, കാരണം അതെല്ലാം ഒടിഞ്ഞു പോയി. ഇങ്ങനെ ഒടിഞ്ഞു പോയതുകൊണ്ട് അവർ പിന്നെയും വളരും. പ്ലാന്റ്സിന് അങ്ങനെ വളരാനുള്ള ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർ പിന്നെയും വളരും. ഒരു പ്രത്യേകതരം ആത്ത മേടിച്ച് നട്ടതാണ്. ഈ ഫ്രൂട്ട് ട്രീസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതും നട്ടിരുന്നത്. അപ്പോൾ ആ മരം വെട്ടുകാരുടെ അശ്രദ്ധ ഈ മരത്തിൻ്റെ തലയ്ക്ക് ഓടി ഇങ്ങോട്ട് വരുന്ന കണ്ട് ഞാൻ പേടിച്ചു പോയി. വീടിൻ്റെ മതിൽ പോലും പൊളിക്കുമോ എന്നുള്ള പോലെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഓടി വന്ന് ഈ ആത്ത ഒരു വലിയ മരം, ഒരു 3-4 പൊക്കം വരെ വളർന്നതായിരുന്നേ. അതിൻ്റെ പകുതി ഭാഗം ആ മരം ഒടിച്ച് പറിച്ച് കളഞ്ഞു. അപ്പോൾ ആ മരം മുഴുവനും ഇതിൻ്റെ മുകളിലോട്ട് അധിക ഭാഗവും വീണത്, ആഞ്ഞിലി. അങ്ങനെ വീണപ്പോൾ ഈ ആത്തയുടെ ഒരു 3/4 ഭാഗവും നശിച്ചു പോയി. ആത്തയുടെ 3/4 അവയവങ്ങളും മരിച്ചു, ഇല്ലാതെയായി. പിന്നെ അത് രക്ഷപ്പെട്ട് വളർന്നു വന്നു. അപ്പോൾ ആത്തയ്ക്ക് അങ്ങനെ ഒരു വലിയ ഷോക്ക് കിട്ടി. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. ഈ ആത്ത മേടിച്ച് നട്ടത് എൻ്റെ ഓൺ ബ്രദർ ഇത് നട്ടേക്കണ കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ച് ഈഡൻ ഗാർഡനിൽ നിന്ന് മേടിച്ച് നട്ടതാണ്. ഒരു സ്പെഷ്യൽ ആത്തയാണ്, നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് കായ്ച്ചോ? ഇല്ല. പക്ഷേ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയതോടെ കണ്ടോ, എൻ്റെ ഇവൻ കായിട്ടു. ഇതുണ്ടോ, കാണാലോ. എന്താ ആത്തയ്ക്കാന്ന് എനിക്കറിയില്ല. വേണ്ടോ, ദൈവാനുഗ്രഹത്താൽ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ആയി വരുന്നതേ ഉള്ളേ. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ആത്ത. ഇത് വേറെ ഒരെണ്ണം ആത്ത. ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. കുറേയൊക്കെ കുഞ്ഞായിട്ട് മുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മുട്ട, ഇത് മുട്ട. അങ്ങനെ മുട്ടുകളുമുണ്ട്, വിരിഞ്ഞ് കായായതുമുണ്ട്. അപ്പോൾ ഈ ആത്തയ്ക്ക ഒരുമാതിരി വലുപ്പമായിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും വലുപ്പം വെച്ച ആത്തയ്ക്ക കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? ആത്തയ്ക്ക, ഈ ആത്തയ്ക്ക നിങ്ങൾ തിന്നിട്ടുണ്ടോ? ഇതുപോലത്തെ ആത്തയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ പുതിയ വെറൈറ്റീസൊക്കെ ഉണ്ടാകുന്നു. അത് നമുക്ക് ഇതുപോലെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണ്ട, ദൈവം തന്നെ ഓരോരോ കാരണത്താൽ പേടിച്ചു പോയെങ്കിലും ഞാൻ പേടിച്ചതിലപ്പുറം ആത്ത പേടിച്ചു. ആത്തയുടെ ആ സ്പന്ദനം അതാണ്. ഉടനെ അത് വളർന്നു, അത് പൂത്തു കായ്ച്ചു. കണ്ടോ, അതേ അവിടെയൊക്കെ കിടക്കുന്ന കായ് കണ്ടോ, മുകളിൽ കാണാമായിരിക്കും അല്ലേ? വലിയ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ട്. ഈ കായെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു, വീട്ടിലത്തേത് കായ്ച്ചോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ഇങ്ങനെ എൻ്റെ ആത്ത 1 വയസ്സിന് ഇളയതാണ്. ഈ ആത്തയ്ക്ക 1 വയസ്സിന് ഇളയതാണ്. കാരണം 1 വർഷം കഴിഞ്ഞാണ് ഞാൻ വാങ്ങിച്ച് നടുന്നത്. അപ്പോൾ ഈ ആത്തയ്ക്കയുടെ ടേസ്റ്റൊന്നും എനിക്കറിയില്ല. ഇത് ഇച്ചിരി കൂടെ വളരാനായിട്ട് സാധ്യതയുണ്ട്. വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. പക്ഷേ ബ്രദറിൻ്റേത് കായ്ച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ 2 പേരും ഒരേ സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കായ്ക്കാവുന്നത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, അല്ലാതെ അത് പുഷ്പിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം അതിനിപ്പം വളർന്നാൽ മതി, അതിന് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല.
എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടാകുമ്പോഴാണല്ലോ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്തയ്ക്ക കാണിക്കുന്ന ഓരോ മാതൃക മനുഷ്യന് പാഠമായിരിക്കട്ടെ. അതായത് പ്രതികൂലങ്ങളിൽ പ്രത്യാശയോടെ വേണം പോകാൻ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി എന്നും പറഞ്ഞ് ആകുലപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. അതിനടുത്ത വഴി കണ്ടുപിടിക്കണം. അടുത്ത വഴി കണ്ടുപിടിച്ചാൽ അത് ശരിയാവും. അപ്പോൾ ഇത് ആത്ത എന്താ കായ്ക്കാത്തതെന്ന് ഏഡൻ ഗാർഡൻകാരോട് ബ്രദർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ അതിൻ്റെ കുറേ ഭാഗം ഒന്ന് വെട്ടിക്കള, എന്നിട്ട് പ്രൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ വെട്ടണ്ടല്ലോ, ഇതുപോലെ ദൈവം വെട്ടിക്കാനിടയാക്കി. അങ്ങനെയുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ മരങ്ങൾക്കെല്ലാം ജീവനുണ്ടെന്ന് കാണിക്കുന്നതാണ്. കാരണം വേദനയുണ്ട്, നഷ്ടങ്ങൾ വന്നാൽ അതിൽ ബുദ്ധിമുട്ടുണ്ട്. അവർ അത് വീണ്ടും പണിത് അവരുടെ ആരോഗ്യം ശരിയാക്കാനും അവരുടെ അടുത്ത ജനറേഷൻ്റെ പ്രിപ്പറേഷനിലോട്ട് മാറും അവരിപ്പം. അവർക്കൊരു ക്ഷതം വരുമ്പം അവർ റീപ്രൊഡക്ഷൻ്റെ ആലോചനയിലോട്ടാണ്. അങ്ങനെയാണ് അത് പുഷ്പിച്ചത്. അപ്പോൾ അങ്ങനെ പുഷ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള മരങ്ങളുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അത് ഞാൻ സത്യമായിട്ടുള്ളതും ന്യായമായിട്ടുള്ളതും സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായിട്ടുള്ളതും മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മരങ്ങളൊക്കെ കായ്ക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, കായ്ക്കേണ്ട സമയമായിട്ടും കായ്ക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരേ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ഫ്രൂട്ട് ട്രീസിൻ്റെ ഏരിയയിലുള്ള ഒരു മരമാണിത്. ഇതിൻ്റെ ഇല കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു നെല്ലി. ഇതും ആ വലിയ പ്രശ്നത്തിൽപ്പെട്ട ആളാണ്. കണ്ടോ, ഇതിൻ്റെ തലഭാഗം എല്ലാം ഒടിഞ്ഞു പോയി. എന്നേക്കാൾ പൊക്കത്തിൽ വളർന്നു നിന്നിരുന്ന നെല്ലിയാണ്. പക്ഷേ അത് ഇപ്പോഴും വളരുന്നുണ്ട്. കായ്ക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് ചില്ലകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത്രയും ചെറുതല്ലേ. അപ്പോൾ ഇതും ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കായ്ക്കുമായിരിക്കാം. കായ്ക്കുകയാണെങ്കിൽ അടുത്ത പൂവും കായും ഉണ്ടാകുമ്പോൾ വീഡിയോയിൽ തന്നെ